ഇനി നമുക്ക് വിഷുവാണല്ലോ വന്നത്. അപ്പോൾ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അത് കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണത് പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് തന്നെ റെഡിയാക്കുന്നത്. അവിയൽ ഉണ്ടാക്കാൻ വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയൊരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. 3 ഇതേപോലത്തെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പിടി ബീൻസ് എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നീളത്തിലുള്ള പയറുണ്ടല്ലോ, ആ പയറും ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലത്തെ 2 സവോളയും എടുത്തേക്കുന്നത്. പിന്നെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഞങ്ങൾക്കിവിടെ ഫ്രോസണാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 340 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്കിവിടെ സാധാരണ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങക്കായ കിട്ടില്ല. ഞാനെപ്പോഴും ഈ ദീപിൻ്റെ ബ്രാൻഡാണ് വാങ്ങാറ്. ദീപിൻ്റെ ബ്രാൻഡ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങക്കായ കിട്ടും. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളകും ഞാനിവിടെ ഇതേപോലെ ഒരു വലിയൊരു പിടി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വലുതും ചെറുതൊക്കെ ഉണ്ട് പച്ചമുളക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടിയൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഞാനിവിടെ ഇതേപോലത്തെ 2 ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ അങ്ങനെ ചില സ്ഥലങ്ങളൊന്നും ചേർക്കാറില്ല, പക്ഷേ അവിയലിലേക്ക് എനിക്ക് വഴുതനങ്ങ ചേർക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവിയലിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെയും കൂടുതൽ ചേർക്കുക. അത് അവിയലിലേക്ക് ഇന്ന കഷ്ണങ്ങൾ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് കഷ്ണമാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ചേന ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ചേനയും കൂടിയും ചേർക്കണം. ചേന ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനില്ല, അപ്പോൾ അതുകൊണ്ടാണ് ചേന ചേർക്കാത്തത്. അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ട് എടുത്തേക്കുന്നത് ഏത്തക്കായയും ക്യാരറ്റും മുരിങ്ങക്കായാണ് കൂടുതലായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഉരുളൻകിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സാമ്പാറിലേക്ക് നമ്മൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കും. പക്ഷേ അവിയലിലേക്ക് എടുക്കുമ്പോൾ കുറച്ച് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങളതിനെ കട്ട് ചെയ്യുന്നത് കാണിക്കണില്ല. ഞാനിത് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ സമയം കുറേ എടുക്കും. അപ്പോൾ ഏറ്റവും ആദ്യം ഇതെല്ലാം ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഏത്തക്കായ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത് ഏത്തക്കായയുടെ പുറത്ത് ആ പച്ച കളർ ഉണ്ടല്ലോ, അത് ആ കനമുള്ളത് അങ്ങോട്ട് ചീമ്പി കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അതങ്ങനെ പൊളിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. വഴുതനങ്ങ ആയിരുന്നാലും ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വഴുതനങ്ങ അവിയലിൽ കിടക്കുമ്പോൾ ഒന്നും ഉടഞ്ഞു പോകും, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇതേപോലത്തെ നീളത്തിലുള്ള പയറുണ്ടല്ലോ, അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള എല്ലാവരും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തത്. അതേപോലെ തന്നെ പച്ചമുളകും ഇതിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് കീറിയിടുക. അത് കഴുകി കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് പോയിന്ന് തോന്നണം. ഇനി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങൾ നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർക്കുക. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇരിക്കും, ഇത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ചേന ചേർക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേനയും കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ മതി. കാരണം ചില ചേനയൊക്കെ എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചേന വേവില്ല. പിന്നെ ചേന നിങ്ങൾ ഇടാൻ പോണതിന് മുമ്പ് ഇതിന് മുമ്പ് നിങ്ങൾ ആ ചേനയിൽ നിന്ന് എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ചേന വെന്തിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ചില ചേനയൊക്കെയും ചിലപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കല്ല് പോലെ കിടക്കും, വേവില്ല. അപ്പോൾ അത് ഇടാൻ പോണതിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ചേന ചേർക്കണമെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി. കാരണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചേന തീരെ വേവാത്ത ചേനയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടും വേവില്ല, കല്ല് പോലെ കിടക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഉപ്പ് ചേർക്കുമ്പോഴായിരുന്നാലും കുറച്ച് ചേർത്താൽ മതി. കാരണം ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ കുറേ പോലെ തോന്നും. ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗമായിട്ട് വരും. അപ്പോൾ കാണുമ്പോൾ കുറേ കഷ്ണങ്ങൾ പോലെ തോന്നിയിട്ട് കുറേ ഉപ്പ് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ഞാനിവിടെ കുറച്ച് ചേർക്കണുള്ളൂ, കാരണം എൻ്റെ അടുത്ത് അധികം ഇല്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കറിവേപ്പിലേക്കും കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലേക്കും കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനത് ഇതേപോലെ ഒന്ന് ഇങ്ങനെയാണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഈ കഷ്ണങ്ങളൊക്കെ ചൂടായി കഴിയുമ്പോൾ ഈ കഷ്ണങ്ങളുടെ ഉള്ളിൽ നിന്നും അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും.
ഇനി കുക്കർ അടയ്ക്കാം. ഈ തീ ഓണാക്കാം. ഈ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഇനി അവിയലിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ഫ്രോസൺ തേങ്ങയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു തേങ്ങ എടുക്കണം. കാരണം ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് കഷ്ണങ്ങളുണ്ടല്ലോ. പിന്നെ അവിയലിലേക്ക് ആകുമ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വേണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാക്കറ്റ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഡെയിലി ഡിലൈറ്റിൻ്റെ തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 454 ഗ്രാം ഉണ്ട്. ഈ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഞാനിവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കണം. കറക്കിയിട്ട് എടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ അരിഞ്ഞ പോലെയാവും. അപ്പോൾ അങ്ങനെ ഒന്ന് കറക്കണേന് ഒതുക്കി എടുക്കാമെന്നാണ് പറയുക. ഈ തേങ്ങയുടെ കൂടെ ഞാനിവിടെ ഇതേപോലത്തെ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 വലിയ ചുവന്നുള്ളി ചേർക്കുക. അപ്പം എൻ്റെ അടുത്ത് ഇവിടെ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചെറിയൊരു സവോളയും എടുത്തേക്കുന്നത്. ഇതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ചേർക്കുക. എന്നാലും ഇതേപോലെ ഒന്ന് കീറിയിട്ടിടുക. ഇതിലേക്ക് ചെറിയ ജീരകം ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ഇതേപോലെ തേങ്ങ ഒതുക്കിയിട്ട് എടുക്കുമ്പോൾ ചിലർ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കാറുണ്ട്. പക്ഷേ ഞാനങ്ങനെ സാധാരണ ചേർക്കാറില്ല. അത് നമ്മുടെ നാട്ടിലേക്കും ഓരോ സ്ഥലത്ത് ഇതേപോലെ സദ്യക്കുള്ള ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കും അങ്ങനെ വെളുത്തുള്ളി ചേർക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടിയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒതുക്കിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് കറക്കിയിട്ടെടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്നങ്ങോട്ട് യോജിച്ച് വരണം. ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അവിയലിലേക്ക് നമുക്ക് തൈരും വേണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് അവിയൽ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും ചേർക്കും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കില്ല. വെളിച്ചെണ്ണ ഏറ്റവും ലാസ്റ്റ് അവിയൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുക. അത് നല്ല നാടൻ വെളിച്ചെണ്ണയ്ക്ക് നല്ല മണമുള്ള വെളിച്ചെണ്ണയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തൈര് ചേർക്കുമ്പോഴും പിന്നെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴും ഞാൻ എന്തോരം ചേർക്കണമെന്നുള്ളത് പറയാം. കാരണം തൈര് ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. അത് നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ തൈരിന് പകരം നമുക്ക് നല്ല പച്ച മാങ്ങ കിട്ടാമെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ തൈരിന് പകരം പച്ച മാങ്ങയും ചേർക്കും. അപ്പോൾ പച്ചമാങ്ങയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കഷ്ണങ്ങൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ കഷ്ണം അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയും ചേർക്കാം. ഇത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തേങ്ങയും കൂടിയും ഒതുക്കി വെച്ചാണ് തേങ്ങയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ മാങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ വീട്ടിൽ അത്രയ്ക്ക് അങ്ങോട്ട് പുളി തോന്നണില്ല എന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് തൈരും കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം പോയിട്ടുണ്ട്. ഈ കുക്കർ തുറക്കാം. അപ്പോൾ ഇതിനകത്ത് കഷ്ണങ്ങളൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഇതേപോലെ ഒന്ന് ഇങ്ങനെയാണ് മിക്സ് ചെയ്തത്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കിയേക്കണം തേങ്ങ ചേർക്കുമല്ലോ. തേങ്ങ ചേർത്തിട്ട് ആ തേങ്ങ ഒന്നും കൂടിയും ഇതിനകത്തിട്ടിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി ഒതുക്കി വെച്ചേക്കണ തേങ്ങ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓണാക്കാം. അപ്പോൾ ഈ തേങ്ങ അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ഈ വെള്ളമൊക്കെ ഞാൻ തേങ്ങ അങ്ങോട്ട് വലിച്ചെടുക്കും. പിന്നെ ഇതിനകത്ത് അങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ തേങ്ങ ഒന്ന് വേവണം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓണാക്കാം. ഇനി നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. നമുക്ക് തീ ഓണാക്കാം. ഇനി ഞാനിതിലേക്ക് തൈര് ചേർക്കാൻ പോകണം. തൈര് ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. രണ്ടിപ്പോൾ കറക്റ്റ് ഞാനൊരളവ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. ഞാനിതിലേക്ക് ഏറ്റവും കുറച്ച് തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞാനിവിടെ തീ ഓണാക്കിയിട്ടുണ്ട്. തൈരോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന യോഗട്ടായിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് യോഗട്ടാണ് ചേർക്കുന്നത്.
ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് ഇതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഈ തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് തൈര് ഇപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഇത്രയ്ക്കാണ്ട് ആയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് തൈര് ചേർക്കുക. ഇനി അത് കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. തൈര് കുറച്ചുകൂടി ചേർക്കാം. ഇത് അടിയിലേക്ക് നന്നായിട്ട് തള വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതിന് ഇത്രയ്ക്ക് കറക്റ്റ് അളവ് വെളിച്ചെണ്ണ എന്നൊന്നുമില്ല. വെളിച്ചെണ്ണയുടെ നല്ലൊരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല വെളിച്ചെണ്ണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇവിടെ കോസ്കോ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ കിർക്ക്ലാൻഡിൻ്റെ ബ്രാൻഡ് വെളിച്ചെണ്ണ വരും. ആ വെളിച്ചെണ്ണയ്ക്ക് നല്ല സ്മെല്ലും നല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഇതേപോലെ കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് നല്ല ചൂടായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത വഴിക്ക് തന്നെ അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ വെളിച്ചെണ്ണ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഏറ്റവും അടിയിലേക്ക് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് മെൽറ്റാവും. ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്കാണ് താമസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ശരിക്കും അവിയലിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. അത് നല്ല മണമുള്ള വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. അപ്പോഴായിരിക്കും അവിയലിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അവിയലിലെ കഷ്ണങ്ങൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പോലത്തെ ഇതാണ്. പക്ഷേ മുരിങ്ങാക്കോലേക്കും ഇതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങൾ ഒട്ടും ഉടഞ്ഞു പോവാണ്ട് ഞാൻ ആവിയിൽ വേവിച്ചെടുത്തേക്കണ ഒരു അവിയലിൻ്റെ റെസിപ്പി ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുഴഞ്ഞ പോലത്തെ അവിയലായിരിക്കും ഇഷ്ടം. ചിലവർക്ക് കഷ്ണങ്ങൾ ഒട്ടും ഉടഞ്ഞു പോകാണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന അവിയലായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ അവിയലാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓണത്തിനായിരുന്നാലും വിഷുവിനൊക്കെ ആയിരുന്നാലും ഇതേപോലെ അവിയൽ ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഇത്രയ്ക്ക് അവിയലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു 10 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്.